إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അന്നൂർ 6-7 രണ്ട് വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. വല്ലദീന യർമൂന വല്ലദീന യാതൊരു കൂട്ടം യർമൂന അവർ ആരോപിക്കുന്നു, അതായത് വ്യഭിചാരോപണം നടത്തുന്നു. അസ്വാജഹും അവരുടെ ഭാര്യമാരെ സംബന്ധിച്ച് ഇണയെക്കുറിച്ച് വ്യഭിചാരോപണം നടത്തുന്നു. വലം യകുൻ ലഹും അവർക്കില്ല ശുഹദാ സാക്ഷികളില്ല ഇല്ലാ അൻഫുസുഹും അവരുടെ സ്വന്തം ദേഹങ്ങളല്ലാതെ എന്ന് പറഞ്ഞാൽ സ്വന്തം ദേഹമല്ലാതെ മറ്റ് സാക്ഷികൾ നാല് സാക്ഷികൾ അവർക്കില്ല. അവർ മാത്രമേ സാക്ഷിയുള്ളൂ. ആ ഭാര്യ ചെയ്ത ആ വ്യഭിചാരത്തിന് ഈ ഭർത്താവ് മാത്രമേ സാക്ഷിയായുള്ളൂ. അങ്ങനെയെങ്കിൽ എന്താണ് നിയമവശം? അല്ലാഹു പറയുകയാണ്, വശഹാദത്തു അഹദിഹിം അവരിൽ നിന്നും ഒരാളുടെ ആ സാക്ഷ്യം എന്താണ്? അർബഅ ഷഹാദാത്തിൻ ബില്ലാഹ് അല്ലാഹുവിനെ കൊണ്ട് 4 സാക്ഷ്യം വഹിക്കലാണ്. അല്ലാഹുവാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് 4 പ്രാവശ്യം അയാൾ സാക്ഷ്യം വഹിക്കണം. അതിനുശേഷം ഇന്നഹു സത്യസാക്ഷ്യം ഉരുവിടണം. ഇന്നഹു നിശ്ചയമായും അവൻ ലമിന സ്വാദിഖീൻ ഞാൻ സത്യവാന്മാരിൽപ്പെട്ടവനാണ്, സത്യം പറയുന്നവരിൽപ്പെട്ടവനാണെന്ന് അയാൾ സാക്ഷ്യം വഹിക്കണം. അതിനുശേഷമുള്ള ആയത്തിൽ അല്ലാഹു പറയുന്നു, വൽ ഖാമിസത്തു അഞ്ചാമതായി അന്ന ലഅനത്തുല്ലാഹ് അല്ലാഹുവിന്റെ ശാപം അലൈഹി അവന്റെ മേൽ എന്ന് പറഞ്ഞാൽ എന്റെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്നും അവൻ സാക്ഷ്യം പറയണം. ഞാൻ കളവ് പറയുന്നവരിൽപ്പെട്ടവനാണെങ്കിൽ എന്റെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്നും അവൻ അഞ്ചാമതായി പറയണം. ഇതാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അന്യോന്യം വിചാരാരോപണം നടത്തുകയാണെങ്കിൽ അതും പറയേണ്ടത് ഇത് ഭർത്താവിൻ്റെതാണ്. അടുത്ത ആയത്തിൽ ഭാര്യയെ സംബന്ധിച്ചുള്ളത് വരുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, അങ്ങനെ മറ്റു തര സാക്ഷികളില്ല എങ്കിൽ 4 സാക്ഷികളില്ല എങ്കിൽ ഭർത്താവ് മാത്രമേ ഭാര്യയുടെ വിചാരത്തിന് സാക്ഷിയായുള്ളെങ്കിൽ 4 സാക്ഷ്യം അള്ളാഹുവിനെ കൊണ്ട് സത്യസാക്ഷ്യം വഹിക്കണം. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ സത്യം പറയുന്നവനാണെന്ന് 4 പ്രാവശ്യം പറയുകയും അഞ്ചാമതായി ഞാൻ കളവ് പറയുന്നവനാണെങ്കിൽ അള്ളാഹുവിന്റെ ശാപം എന്റെ മേലുണ്ടാകട്ടെ എന്ന് അവൻ പറയണം. ഇത്ര കടുത്ത രൂപത്തിലുള്ള നിയമ നടപടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് അല്ലാഹു ധരിപ്പിച്ചിരിക്കുന്നത്. നോക്കൂ, കളവ് പറയുന്നവർക്ക് എത്ര ഭയാനകമായ ശിക്ഷയാണ് ലഭിക്കാനിരിക്കുന്നത് എന്ന്. ഇരു ലോകത്തും ഒരു ശിക്ഷ ലഭിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.